നമസ്കാരം. ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രജനി അഭിലാഷ്. പ്രധാന വാർത്തകൾ. എംപിമാരുടെ വിദേശ പര്യടന വിഷയത്തിൽ യുഎസിലേക്കുള്ള ടീമിനെ നയിക്കുന്നതിൽ കോൺഗ്രസിന്റെ എതിർപ്പുകൾ തള്ളി ശശി തരൂർ എംപി. സർക്കാർ വിളിച്ചു, ഞാൻ പോകുന്നുവെന്നും രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ എന്നും തരൂർ. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിന് കുറുകെ കടന്നാൽ ഫുജറയിൽ ഇനി 400 ദിർഹം പിഴ ചുമത്തും. വേനലവധിക്കും ബലിപെരുന്നാൾ അവധിക്കും ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ എല്ലാ മ്യൂസിയങ്ങളിലേക്കും സൗജന്യ പ്രവേശനം പ്രഖ്യാപിച്ച് ഖത്തർ മ്യൂസിയംസ്. വാർത്തകൾ വിശദമായി. എംപിമാരുടെ വിദേശ പര്യടന വിഷയത്തിൽ യുഎസിലേക്കുള്ള ടീമിനെ നയിക്കുന്നതിൽ കോൺഗ്രസിന്റെ എതിർപ്പുകൾ തള്ളി ശശി തരൂർ എംപി. സർക്കാർ വിളിച്ചു, ഞാൻ പോകുന്നുവെന്നും രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ സർക്കാർ വിളിച്ചു, താൻ പോകും. മന്ത്രി നേരിട്ടാണ് വിളിച്ചത്. കോൺഗ്രസിനും സർക്കാരിനും ഇടയിലാണ് വിവാദവും പോരുമുള്ളത്. അത് തനിക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാർ തന്നെ ക്ഷണിച്ചത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ താൻ രാഷ്ട്രീയം കാണുന്നില്ല. സർക്കാർ ഭാരതീയ പൗരനോട് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് നിറവേറ്റണം. പോകാം എന്ന അഭിമാനത്തോടെ പറഞ്ഞു. ദേശസ്നേഹം പൗരന്മാരുടെ കടമയാണെന്നാണ് വിശ്വാസം. കേന്ദ്ര സർക്കാർ നീക്കം നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ കഴിയില്ല. അനാവശ്യമായ മറ്റു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നത് പുതിയ കാര്യമല്ല. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിന് കുറുകെ കടന്നാൽ ഫുജറയിൽ 400 ദിർഹം പിഴ ചുമത്തും. അനധികൃതമായ സ്ഥലങ്ങളിൽ നിന്നും റോഡിന് കുറുകെ കടക്കുന്നത് ജാഗ്രതയില്ലായ്മയ്ക്കും അതുവഴി അപകടത്തിലേക്കും നയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫുജറൈ ജനറൽ പോലീസ് കമാൻഡാണ് കർശനമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഇത്തരം പ്രവർത്തികൾ കാൽനടക്കാരുടെ ജീവന് ഭീഷണിയാണെന്നും മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും ഗുരുതരമായി ബാധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. വേനലവധിക്കും ബലിപെരുന്നാൾ അവധിക്കും ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനാകുമെന്ന് റിപ്പോർട്ട്. ഫിജി, ഇന്തോനേഷ്യൻ, മലേഷ്യ, ഖത്തർ, ശ്രീലങ്ക, തായ്ലൻഡ് തുടങ്ങിയ ഒട്ടേറെ ലോ ബഡ്ജറ്റ് രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. പുതിയ രാജ്യാന്തര റിപ്പോർട്ടുകൾ പ്രകാരം ചില ആഫ്രിക്കൻ, ഓഷ്യാന, ഏഷ്യൻ രാജ്യങ്ങൾ വിസ ഫ്രീ ട്രാവൽ നയങ്ങളിലൂടെ കൂടുതൽ തുറന്ന മനസ്സോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടേക്കുള്ള യാത്ര പ്രവാസികൾക്കായി ചെലവും നടപടികളും കുറിച്ച് പുതിയൊരു പ്രതീക്ഷയേകുന്നു. അതേസമയം കെനിയ, ബുണ്ടുറി, റുവാണ്ട, മൈക്രോനേഷ്യ, സാമോ, ടുവാലു, ഡിമോർ, ലെസെ ഉൾപ്പെടെയുള്ള 12 രാജ്യങ്ങൾ ലോകത്തിലെ എല്ലാ പൗരന്മാർക്കും വിസയില്ലാതെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. പുതിയ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെയാകും ദുബായ് വിമാനത്താവളം അടയ്ക്കുന്നത്. ഇത് 2032 കൂടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. പുതിയ വിമാനത്താവളം എത്തുന്നതോടെ UAEയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച ദുബായ് വിമാനത്താവളം ചരിത്രത്തിന്റെ ഏടുകളിൽ വിശ്രമിക്കും. ലോകത്തിന്റെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ദുബായ് വിമാനത്താവളം. കഴിഞ്ഞ വർഷം 9.23 കോടി യാത്രക്കാരാണ് ഇതുവഴി യാത്ര ചെയ്തത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ എല്ലാ മ്യൂസിയങ്ങളിലേക്കും സൗജന്യ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ മ്യൂസിയംസ്. എല്ലാ വർഷവും മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനമായി ആഘോഷിക്കുന്നത്. അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സമൂഹങ്ങളിൽ മ്യൂസിയങ്ങളുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ്, മദാഫ് അറബിക് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്സ്, 321 ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയം എന്നിവ ഉൾപ്പെടെയുള്ള മ്യൂസിയങ്ങളിൽ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൽ സൗജന്യമായി പ്രവേശനം അനുവദിക്കും. UAEയുടെ സ്വപ്ന പദ്ധതിയായ എത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ സർവീസ് 2026 ആരംഭിക്കും. രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ സുപ്രധാന നാഴികക്കല്ലാകും ഈ പദ്ധതി. ഭരണാധികാരിയുടെ അൽ ദഫ്ര മേഖലയിലെ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇത്തിഹാദ് റെയിൽ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലാണ് പാസഞ്ചർ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയത്. റെയിൽവേ പദ്ധതിക്ക് ഷെയ്ഖ് ഹംദാൻ നൽകുന്ന പിന്തുണയ്ക്ക് ഇത്തിഹാദ് റെയിൽ നന്ദി അറിയിച്ചു.
പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ 2030 വർഷം തോറും 3.65 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സർവീസിനാകും. 1200 കിലോമീറ്റർ നീളുന്ന റെയിൽവേ ശൃംഖല 7 എമിറേറ്റ്സിലുടനീളം 11 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. വിവിധ എമിറേറ്റ്സുകളിൽ യാത്രാദൂരം ഗണ്യമായി കുറയും. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ശശി തരൂർ പാർട്ടിയുടെ അനുമതി തേടിയിട്ടില്ലെന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പാർട്ടി നൽകിയ പേരുകൾ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധമറിയിച്ചു. വിഷയത്തിൽ മനീഷ് തിവാരിയും അമർ സിംഗും പ്രതികരണം അറിയിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തുടരും. കാലാവധി അവസാനിച്ചിട്ടില്ല എന്ന് സൈന്യം വ്യക്തമാക്കി. വെടിനിർത്തൽ താൽക്കാലികമായിരുന്നുവെന്നും ഇന്ന് അവസാനിക്കുമെന്നുമുള്ള ധാരണകൾ തള്ളിക്കളയുന്നുവെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. ഞായറാഴ്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാർ തമ്മിൽ ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തൽ ഒരു പ്രസംഗ തന്ത്രമാണെന്ന് സുധാകരൻ. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ആക്കാനാണ് ശ്രമിച്ചത്. താൻ വോട്ട് തിരുത്തി എന്നല്ല പറഞ്ഞത്, വോട്ട് മാറി ചെയ്തത് അറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എവിടെയാണ് അതിന് തെളിവുള്ളത്? തിടുക്കത്തിൽ എന്തിന് കേസെടുത്തു എന്നും ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണം. പോലീസ് പുലിവാൽ പിടിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജസ്റ്റിസ് കമാൽ പാഷ വരെ കേസെടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. കേരളത്തിലെ അഭിഭാഷ ലോകം മുഴുവൻ തനിക്കൊപ്പമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇനി ഇന്നത്തെ പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 113.69 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.60 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 95.40 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഫൈനലിസിമ പോരാട്ടത്തിൽ തീയതിയും വേദിയും ഉടൻ പ്രഖ്യാപിക്കും. അർജന്റീന സ്പെയിൻ ഫുട്ബോൾ ഫെഡറേഷൻ നിർണായക യോഗം ചേർന്നു. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന കിരീട പോരാട്ടമാണ് ഫൈനലിസിമ. നിലവിൽ അർജന്റീനയാണ് ജേതാക്കൾ. ബാഴ്സലോണ ആയിരിക്കും ഫൈനലിന് വേദിയാവുക എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് യാത്രയയപ്പ് നൽകാൻ കൂടിയാണ് ബാഴ്സലോണ ഫൈനലിസിമയ്ക്ക് നീക്കം നടത്തുന്നത്. ബാഴ്സലോണയുടെ ഇതിഹാസ താരമായ മെസ്സി ബാഴ്സലോണയുടെ പുതിയ പ്രതീക്ഷയായ ലാമിൻ ലയാമും നേർക്കുനേർക്ക് വരുന്നു എന്നതാണ് ഈ സൂപ്പർ പോരാട്ടത്തിന്റെ പ്രത്യേകത. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.